കോഴിക്കോട് പുളിയാവ് കോളേജിൽ ബി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. രാത്രി 12 മണിക്ക് നാടക മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. നാടകം അവസാനിക്കുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തിയതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷത്തിന്റെ തുടക്കം. നമുക്കിപ്പം CP അഖില ചേരുന്നുണ്ട്. അഖില, എപ്പോഴാണ് ഈ ഒരു സംഘർഷമുണ്ടായത്? എന്താണ് പെട്ടെന്നുള്ളൊരു പ്രകോപനം? ജയലക്ഷ്മി, ഇന്ന് രാത്രി ഏകദേശം 12 മണിയോടെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. അതായത് ബി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട നാടകം പുരോഗമിക്കുകയായിരുന്നു. ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാടകമായിരുന്നു സ്റ്റേജിൽ പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്റ്റേജിൽ കർട്ടൻ നേരത്തെ താഴ്ത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് തർക്കത്തിന്റെ തുടക്കം. അതുമായി ശേഷം ഈ ആർട്സ് കോളേജിലെയും ഗുരുവായൂരപ്പൻ കോളേജിലെയും വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അതിൽ പോലീസ് ഇടപെട്ട് പോലീസ് ലാത്തി വീശുന്നുണ്ട്. പോലീസ് ലാത്തി വീശിയതിനു ശേഷം പോലീസിനോടായി പ്രകോപനം. അത്തരത്തിൽ ഈ വളണ്ടിയർമാരും വിദ്യാർത്ഥികളും തമ്മിലാണ് തർക്കം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ യൂണിയനും ഇത്തരത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് അപ്പീലുമായി ചെന്നപ്പോഴും ഇത്തരത്തിൽ അവിടെയും മർദ്ദനമുണ്ടായി അല്ലെങ്കിൽ സംഘർഷമുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. വളണ്ടിയർമാരും വിദ്യാർത്ഥികളും തമ്മിലാണ് തർക്കം എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പോലീസ് ഇടപെട്ടു. ഇത്തരത്തിൽ സംഘർഷം ഒരുപാട് നേരം നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പോലീസ് ഇത്തരത്തിൽ നാദാപുരം, കുറ്റ്യാടി, വടകര, വളയം പോലീസ് സ്റ്റേഷനിൽ നിന്നെല്ലാം പോലീസ് എത്തിയിട്ടാണ് ഇത്തരത്തിൽ സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഖില, ഈ നാടകം അവസാനിക്കുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തി എന്നുള്ള കാരണത്തിലാണോ ഇത്ര വലിയ സംഘർഷത്തിലേക്ക് കുട്ടികൾ പോയത്? ജയലക്ഷ്മി, നിലവിൽ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാടകമായിരുന്നു പുരോഗമിക്കുന്നത്. അത് നേരത്തെ താഴ്ത്തി. അതുമായി ബന്ധപ്പെട്ട് വളണ്ടിയർമാരുമായി തർക്കമുണ്ടായി. പിന്നീട് അത് ആർട്സ് കോളേജിലെയും ഇത്തരത്തിൽ ഗുരുവായൂരപ്പൻ കോളേജിലെയും വിദ്യാർത്ഥികൾ അതിൽ ഇടപെട്ട് സംഭവം കൂടുതൽ വഷളാകുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അഖില, എന്തായാലും കലോത്സവത്തിനിടെയാണ് ഈ ഒരു സംഘർഷം അരങ്ങേറിയത്. നാടകം തീരുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തി, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഘർഷം ഉടലെടുത്തത് എന്നുള്ളതാണ് അഖില നൽകുന്ന വിവരം.